ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബോർഡ് കാണുമ്പോൾ അറിയാമല്ലോ, തലതിരിച്ച് പിടിച്ചുകൊണ്ട് അറിയത്തില്ല. ഇതാണ് കന്യാകുമാരി. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് ഗായ്സ്. കണ്ടില്ലേ, നല്ല ചൂടായിരുന്നു കേട്ടോ. കന്യാകുമാരി ഒരു തീരദേശ പ്രദേശമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ എനിക്കെന്തോ വെളിയിൽ പോയ മീൻ കഴിക്കാൻ ഇഷ്ടമല്ല. അതിപ്പോൾ കന്യാകുമാരിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും എനിക്കങ്ങനെ മീൻ കഴിക്കാൻ ഇഷ്ടമല്ല ഗൈസ്. ഉച്ചയ്ക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും റൂം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റൂം എന്തായാലും ഇവർക്കറിയാം, ഇവർ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് റൂമും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് മേടിച്ചത്. ഫുഡൊക്കെ കഴിച്ച് അത്രയും നല്ല ലോങ്ങിൽ വന്നുകൊണ്ട് തന്നെ നല്ല ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ട് വൈകുന്നേരം എഴുന്നേച്ച് നമ്മൾ സൺസെറ്റ് കാണാൻ പോവുകയാണ് ഗൈസ്. അതിൻ്റെ ഒരുക്കത്തിലാണ് ഞാനിപ്പം. കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ റൂം എടുത്തതിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പം നമ്മൾ നടന്നുകൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ സണ്ണൊക്കെ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സൺസെറ്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നടന്നു പോകണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കടകൾ, കുറേ എന്താ പറയുക, പഴയ മിഠായിയൊക്കെ ഇല്ലേ, നമ്മൾ കാണാത്ത അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിലുള്ള കുറേ മിഠായികൾ. അവർക്കൊക്കെ നൊസ്റ്റു അടിച്ചെന്നൊക്കെ പറഞ്ഞു. എനിക്ക് നൊസ്റ്റു അടിച്ചു. എൻ്റെ കാലഘട്ടത്തിലേയും കുറേ മിഠായികളുണ്ട് ഗൈസ്. ഞാനിത് എപ്പോൾ എടുത്തതെന്ന് ചോദിച്ചാൽ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ പോയതാട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. എനിക്ക് ഇപ്പോഴാണൊന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ഒന്ന് എന്താ പറയുക, മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ആയി വന്നത്. അപ്പം ഇനി തൊട്ട് എന്തായാലും ഞാൻ എല്ലാ വീഡിയോയിലും അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ നല്ല എന്താ പറയുക, കുറച്ച് ഫ്രഷ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ മാങ്ങയും പൈനാപ്പിളും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് പൈനാപ്പിൾ തിന്നാൽ പീരീഡ്സ് ആകുക അങ്ങനെയൊക്കെ ടെൻഷനായിട്ട് ഞാൻ പൈനാപ്പിൾ തിന്നില്ല കേട്ടോ. തണ്ണിമത്തനാണ് തിന്നത്. അപ്പം എന്താ അമ്മ എനിക്ക് വെച്ച് തന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്തോരം നല്ല ലൈഫാണ് ഈ ജീവിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്കെന്താ ഇങ്ങനെ കിട്ടിയത്, എനിക്കെന്താ അങ്ങനെ പറ്റിയെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ ഓരോന്ന് കാണുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ ഓരോന്ന് റിയലൈസ് ചെയ്യുക. ലൈഫ് ഇതൊന്നുമല്ല ലൈഫ്. മീൻസ് നമുക്ക് ഇനിയും കാണാനുണ്ട്, കേൾക്കാനുണ്ട്, എൻജോയ് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആയ അതേന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞിട്ട് ഒന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ എന്താണ് കക്ക ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടോ. കക്കയാണ് ഇവിടുത്തെ മെയിൻ. പണ്ടൊക്കെ നമ്മൾ ഇവിടുന്ന് വരുമ്പോഴത്തേക്കും ഒരു കണ്ണാടി ഉണ്ടായിരുന്നു ഇങ്ങനെ കക്കയൊക്കെ പിടിപ്പിച്ച. അത്ര പേര് മേടിച്ചിട്ടുണ്ടെന്ന് അതിൽ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കന്യാകുമാരി എന്ന് പറയുമ്പോഴേ എനിക്കതായിട്ട് ഓർമ്മ വരുന്നത്. എനിക്ക് ആ കക്ക നിറച്ച റൗണ്ട് സാധനം നല്ല ഇഷ്ടമായിട്ടോ. പക്ഷേ ഇത്ര 200-300 രൂപയായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചില്ല. എനിക്ക് അത്രയും രൂപയുടെ സാധനമൊന്നും വേണ്ട. അത്ര വറുത്തെല്ലാം തോന്നിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഇതൊക്കെ പൊടി പിടിച്ചു പോകും, അല്ലാണ്ട് ഇരിക്കത്തൊന്നുമില്ല. അപ്പം എന്താ, ഞാനൊന്നും മേടിച്ചില്ല ഗൈസ്. എനിക്ക് കന്യാകുമാരി എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് ഒരു പെൻസിൽ ഉണ്ടായിരുന്നു, മറ്റേ സ്ലേറ്റിൽ എഴുതുന്നത്, ഒരു ബ്ലാക്ക് കളറുള്ള. എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. എനിക്കത് എപ്പോഴും ഗ്രാമ്പൂ ആയിട്ടാണ് തോന്നുന്നത്. ഗ്രാമ്പൂവിൻ്റെ പൊലിരിക്കണം കൊണ്ടായിരിക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഗ്രാമ്പൂ ഒക്കെ വെച്ചിട്ട് ഞാൻ എഴുതിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാണോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഞാൻ ഒരു മണ്ടിയായിരുന്ന സത്യം ഞാൻ അപ്പോഴാണ്. மாறி மாறி அப்படி வந்துக்கிட்டே இருக்கும். வந்த கலர் திரும்ப வரும். ஒரு டிசைன் வருதுன்னா அது ரிட்டன் வரும். ഇത് പണ്ടത്തെ സ്കൂൾ പ്രോജക്റ്റാണ്, മനസ്സിലായ? 50-60 വർഷത്തിന് മുമ്പുള്ളത്. ഇവിടെ വന്നാൽ ഇത് വാങ്ങിക്കാതെ പോവാത് കാരണം ഇത് പിന്നെ വരും. വന്ന ഡിസൈൻ തിരിച്ചു വരണം. കഷ്ടപ്പെട്ട് തന്നെ പണി. തമിഴ് മൂവി കാണുമ്പോഴും നമ്മുടെ സൂര്യയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഹസീനയായിട്ട്, എനിക്കതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത് മേടിച്ചു അങ്ങ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർത്തു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവർ കക്കയല്ലേ, കക്ക കൊണ്ടിട്ട് വളയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗൈസ്. എനിക്ക് ഭയങ്കര അത്ഭുതം. പിന്നെ ഇഷ്ടംപോലെ കുറേ കണ്ണാടികളും. പക്ഷേ എനിക്ക് പണ്ടത്തെ ക്രേസൊക്കെ മാറി കേട്ടോ. കണ്ണാടി എനിക്കിഷ്ടമല്ല. പക്ഷേ ഈ തൂക്കിയിടുന്ന സാധനം എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ മേടിച്ചില്ല ഗൈസ്. അത്രയും രൂപ കൊടുത്തത് മേടിച്ചിട്ട് വർത്തെല്ലാം തോന്നി. പിന്നെ ഈ തൂക്കിയിടുന്ന സാധനം മേടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ പൊടി പൊടിപ്പിച്ച് കളയണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോൺ കാണിച്ചു തരാവേ. ഇതൊരു ഡയമണ്ട് പോലത്തെ ഒരു സ്റ്റോണാണ് കേട്ടോ. ഇത് ഏതൊരു കല്ലിൽ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് നല്ല വില ആയതുകൊണ്ട് തന്നെ ഞാനതും മേടിച്ചില്ല. പിന്നെ ഞാനൊരു കീച്ചയും മാത്രം മേടിച്ചു കേട്ടോ 2 പേർക്ക്. എവിടെ പോയാലും കരിമ്പ് ജ്യൂസ് ഞാൻ വിടൂല കേട്ടോ. എനിക്ക് ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് നല്ല ഇഷ്ടമായി, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബാഗ് ഞാൻ കണ്ണ് വെച്ചിട്ടാണ് ഈ കടയിൽ കയറിയത്.
ഈ കടയിൽ കയറിയപ്പോഴത്തേക്കും എനിക്ക് ഈ കളറിലെ ബാഗ് കിട്ടി ഗായ്സ്. വെറും 300 രൂപയ്ക്കാണ് ആ ബാഗ് കിട്ടിയത്. ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. ഇത് നമ്മൾ തിരിച്ചും വീട്ടിൽ റൂമിൽ പോവാണ് ഗൈസ്. അപ്പം എനിക്ക് വീട്ടിലത്തെ വിചാരം മാത്രമേ ഉള്ളൂ. അപ്പം റൂമിൽ പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് തിന്നണം, മാമു തിന്നണം. അപ്പം നമ്മൾ എന്താ മീൻ തിന്നാൻ വന്നതാണോ? അല്ല, എനിക്ക് മീൻ ഇഷ്ടമല്ല, ഞാൻ നോക്കത്തില്ല. അപ്പോൾ ഈച്ചയും പ്രാണിയൊക്കെ വരുന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇതിങ്ങനെ മേടിച്ച് ലൈവായിട്ട് തിന്നുകൊണ്ടിരിക്കുക. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇവിടുത്തെ എന്താ വൃത്തിക്കുറവാണ് എന്താണ് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫ്രൈഡ് റൈസ്, എനിക്ക് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമെന്ന് വെച്ചാൽ നല്ല ഇഷ്ടം. അതിൻ്റെ എന്താ പറയുക 65 വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ആലപ്പുഴയിൽ കേരളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ആലപ്പുഴ ഇപ്പം കിട്ടും കേട്ടോ. ഇപ്പം കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് ചങ്ങനാശ്ശേരി റൂട്ടിൽ. ഫ്രൈഡ് റൈസ് ഇവിടുത്തെ ഷവായി ആട്ടോ മേടിച്ചത്. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ കഴിക്കട്ടെ ഗൈസ്. ഇത്ര ലോങ് വന്നുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നു ഗൈസ്. ഇതാണ് നമ്മൾ റൂം എടുത്ത ഹോട്ടൽ. അപ്പം നമ്മൾ നേരെ ഇനി റൂമിൽ പോകുന്നു, ഡ്രസ്സ് മാറുന്നു, കിടന്ന് ഉറങ്ങുന്നു. രാവിലെ സൺറൈസ് കാണാൻ പോകുന്നു. ചെന്നൈയിൽ റൂം എടുത്തതിനെക്കാട്ടി ഇരട്ടി നല്ല റൂമായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത്. പക്ഷെ ചെന്നൈയിൽ വൃത്തികെട്ട റൂമായിരുന്നു കേട്ടോ. പക്ഷെ ആ സമയത്ത് ഇല്ലായിരുന്നു വേറെ റൂം. അപ്പം ഞാൻ രാവിലെ കുളിച്ചില്ല ഗൈസ്. മേല് കഴുകി ഒരുങ്ങി നല്ല സുന്ദരി കുട്ടപ്പിയായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോയി സൺറൈസ് കാണാം. അപ്പം നേരെ നമ്മൾ വിവേകാനന്ദ പാറയിലേക്കാണ് പോകുന്നത് ഗൈസ്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ ചെന്നാലും നമുക്ക് ബോട്ട് ഒക്കെ ബുക്ക് ചെയ്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത് ഒരു 150 ബംഗാളികളോളം ക്യൂ ആണ്. എവിടം തൊട്ടുള്ള ക്യൂ ആണെന്നറിയാവോ ഗൈസ്? ഇതൊക്കെ കണ്ടില്ല, എന്തോരം ബംഗാളീസാണെന്നറിയാവോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് തലേ ദിവസം ചെന്ന് ബുക്ക് ചെയ്യേണ്ട, ആ സമയത്ത് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പം നേരിട്ടുള്ള ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നേരിട്ടുള്ള ടിക്കറ്റിൻ്റെ ഉള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഒട്ടും കിട്ടത്തില്ലെന്ന് അറിയാം. ഒരു 1% പോലും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൺസെറ്റ് കാണുന്നത് നേരെ ബീച്ച് സൈഡിൽ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്നാണെങ്കിലും സൺസെറ്റ് കാണാമല്ലോ. ഇനി ഒരിക്കൽ വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ നോക്കാം. ഇവിടെ വന്നപ്പോഴത്തേക്കും ഫോട്ടോയും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ വന്നതല്ലേ, ഒരു മെമ്മറിക്ക് ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടോ. ഫുള്ളി മൂഡ് പോയി. അതിൻ്റെ അവിടെ കയറാമെന്ന പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ ഇനിയിപ്പോൾ കയറാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ടൈം ആകട്ടെ. അപ്പം അത്രയുള്ളൂ ഗൈസ്. ബൈ.